ഇതൊരു 5 HP 3 ഫേസ് മോട്ടറാണ്. ഇതിൻ്റെ 3.7 kW. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ 6 ടെർമിനൽ കാണാം. അതായത് ഇത് സ്റ്റാർ ഡെൽറ്റ കോമ്പിനേഷൻ, അതായത് സ്റ്റാറിൽ സ്റ്റാർട്ടും ഡെൽറ്റയിൽ ഓടാനും വേണ്ടി ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ, അതായത് സാധാരണ സ്റ്റാറിലായിരിക്കും ഓടുക, അതിനുള്ള ഷോർട്ട് കട്ടുകൾ റിമൂവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലേക്ക് 6 വയറുകൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു കേബിളിൽ സാധാരണ 3 വയറായിരിക്കും ഉണ്ടായിരിക്കുക. അത് അതിൻ്റെ കളർ കോഡ് അനുസരിച്ച് റെഡ്, യെല്ലോ, ബ്ലൂ എന്നിവ മുകളിലത്തെ 3 ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്യുക. അതായത് ഒരു കേബിൾ മുകളിലത്തെ 3 ടെർമിനലുകളിലേക്കും മറ്റൊരു കേബിൾ താഴത്തെ 3 ടെർമിനലുകളിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ മുകളിലത്തെ ടെർമിനലുകളെ 3 A1, B1, C1 എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ റെഡ് വയർ A1-ൽ ഒന്നാമത്തെ ടെർമിനൽ, അതായത് A1-ൽ കണക്ട് ചെയ്യാം. രണ്ടാമത്തെ യെല്ലോ വയർ B1-ലും ബ്ലൂ വയർ C1-ലും കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് A1 ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ താഴത്തെ 3 വയറുകളും കണക്ട് ചെയ്യുക. അവ കളർ കോഡ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ സ്റ്റാർട്ടറിൽ നിന്ന് കണ്ടുപിടിച്ച് അവിടെ കണക്ട് ചെയ്യാം. അതായത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് A2 ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ A2 ഏത് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് ആ പോയിന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഈ 3 ടെർമിനലുകളിൽ അവർ കൊടുത്തിരിക്കുന്നത് A1, B1, C1 എന്നും, ഇവിടെയാണെങ്കിൽ A2, B2, C2 എന്നാണ്. അതായത് ഇത് A1, B1, C1. അപ്പോൾ A1 ഇതാണെന്ന് നമുക്കറിയാം. നമ്മൾ റെഡ് വയർ A1-ൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ യെല്ലോ വയർ B1-ൽ കൊടുത്തിരിക്കുകയാണ്. ബ്ലൂ വയർ C1-ലും കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ A1 ഇതായതുകൊണ്ട് A2 ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇതിലേതാണ് A2 എന്നുള്ളത്. ഇത് തന്നെ മൾട്ടിമീറ്റർ മസർ മോഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ A1 ടെർമിനൽ റെഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ A2 ഇതിലേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് A2. ഇത് കാണുന്നുണ്ടല്ലോ, A2 ടെർമിനൽ ഇതാണ്. അപ്പോൾ A2 ഇവിടെയാണ് കണക്ട്. A2 ഇവിടെ പാനൽ ബോർഡൊക്കെ ശരിയായ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. A2 ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാമല്ലോ, A2 ഇത് തന്നെയാണ് A2. അങ്ങനെയാണെങ്കിൽ B1 ഇവിടെയാണ് കണക്ഷൻ. B1 ഇതാണ്. അപ്പോൾ B2 ഇവിടെയാണ് കണക്ഷൻ വരേണ്ടത്, ശരിയായ കണക്ഷനാണ് B2. ഇനി C1 ഇവിടെയാണെങ്കിൽ C2 ഇത് 3 ശരിയായ രീതിയിലാണ് ഇപ്പോൾ കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഷോർട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇതിലേതിലെങ്കിലും ഷോർട്ട് കണക്ഷൻ വരുന്നുണ്ടോ, ഇല്ല, ഇതിലേതിലേക്കും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് യഥാർത്ഥ കണക്ഷനാണ്, B2ആണ്. ഓക്കെ, ഇപ്പോൾ കണക്ഷൻ നേരെയാണ്. പക്ഷേ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മോട്ടോർ റിവേഴ്സിലോ മറ്റോ കറങ്ങുക എന്നൊരു സംഭവം വരാം. റിവേഴ്സിൽ കറങ്ങുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന 3 കേബിളുകളിൽ ഏതെങ്കിലും 2 എണ്ണം പരസ്പരം മാറ്റേണ്ടതാണ്. അതായത് സപ്ലൈ ഇൻ ടെർമിനൽ, ഇത് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനും സ്റ്റാർട്ടിലേക്ക് വരുന്ന കണക്ഷനാണ് ഈ 3 വയറുകൾ. 3 ഫേസ് ലൈനിൻ്റെ 3 വയറുകളാണ്. ഇതിൽ 2 എണ്ണം, ഏതെങ്കിലും 2 വയർ പരസ്പരം മാറ്റിയിട്ട് മോട്ടോറിൻ്റെ ഡയറക്ഷൻ, അതായത് റിവേഴ്സിൽ കറങ്ങുകയാണെങ്കിൽ അത് നേരെയാവുന്നതാണ്. അതായത് ഈ ഗ്രീൻ ബട്ടൺ അമർത്തുമ്പോൾ ഇത് ആദ്യമായി സ്റ്റാർ കണക്ഷനിലും, അതായത് ഒരു 10 സെക്കൻഡ് വരെ സ്റ്റാർ കണക്ഷനിലും അമർത്തി പിടിക്കുമ്പോൾ സ്റ്റാർ കണക്ഷനും, ഇത് ഈ പച്ച ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ കണക്ഷനിലേക്ക് മാറുന്നതായിരിക്കും. അതായത് ഇനീഷ്യൽ മോട്ടോർ ഒന്ന് സ്റ്റാർട്ട് സ്പീഡ് എടുക്കുന്നവരെ ഈ ഗ്രീൻ ബട്ടൺ അമർത്തി പിടിക്കുക. സക്ഷൻ പൈപ്പും ഡെലിവർ പൈപ്പും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കുന്നത്. മോട്ടോറിൻ്റെ ഡയറക്ഷൻ്റെ ഓരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഈ ഡയറക്ഷനിൽ ആണ് മോട്ടോർ തിരിയേണ്ടത്. അപ്പോൾ ഇത് സെക്ഷൻ പൈപ്പ് കണക്ട് ചെയ്തുകൊണ്ട് ഇംപെല്ലർ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിലെ ഷാഫ്റ്റ് എങ്ങോട്ട് തിരിയുന്നതാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
ശരിയായ ഡയറക്ഷൻ തന്നെയാണ് തിരിയുന്നതെന്ന് കാണാൻ പറ്റും. മോട്ടറിനെ പമ്പിലേക്ക് വെള്ളം നിറക്കുകയാണ്. മുകളിലത്തെ ഒരു ഫ്രൈ ചെയ്തിരിക്കുകയാണ്. വാട്ടർ പമ്പ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഫില്ല് നിറഞ്ഞു കഴിഞ്ഞു. ലൈനിൽ 195, രണ്ടാമത്തെ ലൈൻ 214, മൂന്നാമത്തെ ലൈൻ 215. അങ്ങനെയാണ് വോൾട്ടേജ്. ഇനി മോട്ടർ ഓൺ ചെയ്ത് നോക്കാം. മോട്ടർ ഓൺ ചെയ്ത് നമ്മൾ ലോഡ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. മോട്ടർ 10 ആമ്പിയർ, 6 ലൈൻ, വൈ ലൈൻ 10 ആമ്പിയർ, 10.1 ആമ്പിയർ, ബി ലൈൻ 9.1 ആമ്പിയർ. ഇതുമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡെലിവറി സൈഡ്. ഇത്രയാണ് ഔട്ട്പുട്ട് വരുന്നത്. 3 ഫേസ് മോട്ടോറുകൾ സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. സ്റ്റാർ കണക്ഷനിൽ കൂടുതൽ ടോർക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റാർ കണക്ഷനിലും, പക്ഷേ അവിടെ RPM കുറവായിരിക്കും. അതായത് കൂടിയ RPMൽ പ്രവർത്തിക്കണമെങ്കിൽ അത് ഡെൽറ്റ കണക്ഷനിലും കണക്ട് ചെയ്യേണ്ടതാണ്. ഒരു സ്റ്റാർ കണക്ഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കോയിലുകൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് 3 കോയിലുകളാണല്ലോ ഒരു 3 പീസ് വൈൻഡിങ് സെറ്റിലുണ്ടായിരിക്കുക. അപ്പോൾ ആ 3 കോയിലുകളെ നമുക്ക് സൗകര്യത്തിന് A കോയിലെന്നും B കോയിലെന്നും C കോയിലെന്നും പറയാം. അങ്ങനെ ഓരോ കോയിലിനും 2 അറ്റങ്ങളുണ്ടാവും. അപ്പോൾ A കോയിലിൻ്റെ അറ്റത്തെ A1 എന്നും A2 എന്നും, B കോയിലിൻ്റെ അറ്റത്തെ B1 എന്നും B2 എന്നും, C കോയിലിൻ്റെ അറ്റങ്ങളെ C1 എന്നും C2 എന്നും പറയാം. ഇനി കോയിലിൻ്റെ രണ്ടാമത്തെ അറ്റങ്ങളെ, അതായത് A2, B2, C2 മൂന്നും ജോയിൻ ചെയ്ത് ബാക്കി വരുന്ന 3 ടെർമിനലുകളിലേക്ക് 3 ലൈനുകൾ, 3 ഫേസിൻ്റെ 3 ലൈനുകൾ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ സ്റ്റാർ കണക്ഷനിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ സ്റ്റാർ കണക്ഷൻ ചെയ്യാൻ മോട്ടോറിൻ്റെ ടെർമിനൽ ബോക്സിൽ പരിശോധിച്ചാൽ ടെർമിനൽ ബോക്സിൽ ഇതുപോലെ താഴത്തെ 3 കോണ്ടാക്റ്റുകളും ഇങ്ങനെ ജമ്പർ സ്ട്രിപ്പുകളിട്ട് കണക്ട് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള ഈ 3 ലൈനുകളിൽ 3 പീസ് ലൈനുകൾ കൊടുത്താൽ ഇത് സ്റ്റാർ കണക്ഷനിൽ ഓടുന്നതായിരിക്കും. നേരെ മറിച്ച് ഇനി മോട്ടോർ കൂടിയ സ്പീഡിൽ, അതായത് ഡെൽറ്റ കണക്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റയുടെ സിമ്പൽ ഇതാണ്. ഇതുപോലെയാണ് കോയിലും ഉണ്ടാവുക. ടെർമിനൽ ഇതുപോലെ ജോയിൻ ചെയ്യണം. ഇത് ഞാൻ വിശദീകരിക്കാം. ഡെൽറ്റ കണക്ഷനുകളിൽ 3 കോയിലുകൾ, നമ്മുടെ A കോയിൽ, B കോയിൽ, C കോയിൽ ഇതുപോലെയാണ് നമ്മുടെ ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. അതായത് കോയിലിൻ്റെ A1 എന്ന അറ്റവും C2 എന്ന അറ്റവും ജോയിൻ ചെയ്യുന്നു, A2 എന്ന അറ്റവും B1 എന്ന അറ്റവും ജോയിൻ ചെയ്യുന്നു, B2 എന്ന അറ്റവും C1 എന്ന അറ്റവും ജോയിൻ ചെയ്യുന്നു. ഇത് ജോയിൻ ചെയ്യാൻ നമ്മുടെ ടെർമിനൽ ബോക്സിൽ ഇതുപോലെ ജമ്പർ സ്ട്രിപ്പുകൾ കൊടുത്താൽ മതി. അതായത് നേരെ താഴത്തെ പോയിന്റിലേക്കും, അതുപോലെ രണ്ടാമത്തെ കണക്ടറിന് നേരെ താഴത്തെ പോയിന്റിലേക്കും, മൂന്നാമത്തെ കണക്ടറിന് നേരെ താഴത്തെ പോയിന്റിലേക്കും. ഇങ്ങനെ കൊടുത്താൽ ഡെൽറ്റ കണക്ഷൻ സാധ്യമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അകത്തെ വൈൻഡിങ്ങിലുള്ള ടെർമിനലുകൾ ഇതുപോലെയായിരിക്കും ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുക. അതായത് A1 എന്ന ടെർമിനലിൽ നിന്നും A എന്ന കോയിൽ, അതായത് രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുക. അതായത് A2 ഇവിടെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. അതുപോലെ B എന്ന കോയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കോയിൽ രണ്ടാമത്തെ ടെർമിനൽ ഇവിടെ ഈ താഴത്തെ മൂന്നാമത്തെ അറ്റത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുക. അതുപോലെ C എന്ന കോയിൽ C1 എവിടെയാണെങ്കിൽ ഇവിടേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ജമ്പർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? A1ഉം C2ഉം ജോയിൻ ചെയ്യുന്നതായിരിക്കും.
അതായത് നമ്മുടെ ഈ ഡെൽറ്റ കണക്ഷൻ്റെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന A1 എന്ന പോയിന്റും C2 എന്ന പോയിന്റും ജോയിൻ. ഇവിടെ നമ്മൾ ഒരു ജമ്പർ ചെയ്യുകയാണെങ്കിൽ B1 എന്ന പോയിന്റും A2 എന്ന പോയിന്റും ജോയിൻ ചെയ്യും. അത് ഇവിടെ ചിത്രത്തിൽ കാണാം. B1 എന്ന പോയിന്റും A2 എന്ന പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ C1 എന്ന പോയിന്റും B2 എന്ന പോയിന്റും കണക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, B2 എന്ന പോയിന്റ് C1 എന്ന പോയിന്റ് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡെൽറ്റ കണക്ഷനിൽ കൂടിയ വേഗതയിൽ മോട്ടോർ റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. അതായത് ഡെൽറ്റ കണക്ഷൻ ഓട്ടോമാറ്റിക്കായി മെയ്ഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടറാണത്. അതായത് ആദ്യം കുറഞ്ഞ വോൾട്ടേജിലും ഉയർന്ന ടോർക്കിലും മോട്ടോർ പ്രവർത്തിക്കാൻ സ്റ്റാർ കണക്ഷനിലും പിന്നീട് ഓട്ടോമാറ്റിക്കായി ഡെൽറ്റ കണക്ഷനിലേക്കും ചേഞ്ച് ആവുന്നതാണ്. ആ ചേഞ്ചിങ് നടക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടറിനകത്താണ്. അതുകൊണ്ടാണ് 3 റിലേ പോയിന്റുകളുള്ള സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്.